ഡമ്മിയാണെന്ന് ആരോടും പറയണ്ട. ഉണക്കമുളക് വെച്ചിട്ട് ഒരു കോഴീനെ ഉണ്ടാക്കി വെച്ചേക്കാണ്. കൊള്ള സംഭവം. ഇന്ന് ഞാനൊരു കുഞ്ഞു യാത്രയിലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ടും കൂടി ഉണ്ട്. ഫ്രണ്ടിനെ നമ്മൾ മീറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പം തന്നെ കാണാം. അപ്പം ഞാനിങ്ങനെ പാട്ടൊക്കെ ആയിട്ട് എൻജോയ് ചെയ്ത് പോയപ്പോഴാണ് നമ്മുടെ കുന്നുംപുറം എത്തിയത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ ജോലിസ്ഥലം ഓർമ്മ വന്നു. കാണുന്ന ഫലാഫിലല്ല കേട്ടോ. അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ അമൃത ഹോസ്പിറ്റലിലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അതേ ഈ കാണുന്ന ആളെ കാണാനാണ് നമ്മൾ വന്നത്. ആ കാണുന്ന വെളിച്ചനല്ല, അതിൻ്റെ പുറകിൽ നിൽക്കുന്നതാണ് എൻ്റെ ഫ്രണ്ട്. ഹലോ, ഞാനിന്ന് ചെറുതായിട്ടൊരു വ്ളോഗൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ബസ്സിലിരുന്നിട്ടൊരു സീൻ എടുത്തു. പക്ഷെ ഞാൻ ഇന്ന് വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ഇതാണ്. ഈ നിൽക്കുന്ന ആളാണ്. ഞങ്ങൾ തമ്മിൽ പറയാൻ വർഷത്തെ പരിചയമൊന്നുമല്ല കേട്ടോ. പക്ഷെ ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സാണ്. അല്ലേ, ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി ഇത്ര വർഷങ്ങളൊന്നും വേണ്ടാന്ന് പറയണ പോലെയാണ് ഞങ്ങളുടെ കാര്യം. അപ്പം നമ്മൾ രണ്ടുപേരും കൂടി ഇന്നൊരു കറക്കമാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കണം. എന്തൊക്കെയാവും ഏതൊക്കെയാവും അറിയില്ല. അപ്പം നമുക്ക് ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അല്ലേ, ബാക്കി നടക്കണ പോലെ കാണാം. ഞങ്ങളുടെ ഈ യാത്രയിലെ പ്രത്യേകിച്ച് ഒരു പർച്ചേസോ അല്ലെങ്കിൽ അങ്ങനെ യാതൊരു ഉദ്ദേശം ഉണ്ടായില്ല കേട്ടോ. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ചുമ്മാ പോവാൻ, കുറേ നേരം വർത്തമാനം പറഞ്ഞിരിക്കാം, അത്രയൊക്കെ തന്നെ ഞങ്ങൾ വിചാരിച്ചിരുന്നുള്ളൂ. മുമ്പ് നമ്മൾ ഒരുമിച്ച് ജോലി ചെയ്തിരുന്നപ്പോൾ ഞങ്ങൾ എന്നും ഒരുമിച്ചായിരുന്നു. പക്ഷേ ഇപ്പം നമ്മളിങ്ങനെ വല്ലപ്പോഴൊക്കെ അല്ലേ കാണുന്നത്. ഇപ്പം സത്യം പറഞ്ഞാൽ കണ്ടിട്ടൊരു 6 മാസമെങ്കിലായിട്ടുണ്ടാവും. അപ്പം ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് നടക്കാം, കുറച്ചു നേരം പോയിരിക്കാം, അത്രയൊക്കെ തന്നെ നമ്മൾ വിചാരിച്ചുള്ളൂ കേട്ടോ. വെള്ളമൊക്കെ കുടിച്ചിട്ട് വീണ്ടും നടക്കണം. വേറെ പണിയൊന്നുമില്ല കേട്ടോ. നടപ്പാണ്. ഞങ്ങൾ കുറേ നാളായിട്ട് വീട്ടിലിരിക്കുന്നതിൻ്റെയൊക്കെ ഞങ്ങൾ നടന്ന് തീർക്കുകയാണ്. ഞാനാണെങ്കിൽ വീട്ടിലിരുന്നിരുന്ന് നല്ല ഉണ്ടായി. അല്ല, ഇപ്പോൾ കാണാതിരുന്ന് കണ്ടപ്പോഴാണ് ഇവളാ പറഞ്ഞത് നല്ല മാറ്റമുള്ളത്. എനിക്ക് മനസ്സിലാവില്ല. അപ്പം ഇനിയിപ്പോൾ ഞങ്ങൾക്ക് വേറെ പ്രത്യേകിച്ചൊന്നും വാങ്ങിക്കാനൊന്നുമില്ല. അപ്പം നമ്മൾ വെറുതെ ഒരു സിമ്പിൾ കറക്കമാണ്. പിന്നെ നമുക്ക് ഇനി പോണ പോലെയൊക്കെ നോക്കാമല്ലേ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അടിപൊളി പട്ടിയല്ലേ. കൊണ്ട് വീടിൻ്റെ മുന്നിൽ വെച്ചിരുന്നെങ്കിൽ ഡമ്മിയാണെന്ന് ആരോടും പറയണ്ട. ഇത് റിയലാണെന്ന് പറഞ്ഞാൽ എനിക്ക് കൊള്ളാട്ടോ സംഭവം. എനിക്ക് ഇഷ്ടപ്പെട്ടു ആ പട്ടിനെ. ഞാൻ വീട്ടിൽ നിന്ന് പോരും വേണ്ടല്ലോ. നിച്ചുമോനെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായേ. ഒരു രാജുമോൻ പറഞ്ഞു തന്നത്. നിച്ചുമോനെ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഒരു നിക്കർ അല്ലെ ഒരു ബനിയ മേടിച്ചിട്ട് തന്നെയാണ്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഞാനൊരു വഴിക്ക് പോകണമല്ലേ എന്നൊരു അവൻ പറഞ്ഞതാ തോന്നണം. അപ്പം ഞാനിവിടെ പറ്റിയൊരു കട കണ്ടപ്പോൾ തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ ഇനിയിപ്പോൾ അടുത്തായിട്ട് നമ്മൾ മറൈൻ ഡ്രൈവിൽ ഇരുന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. അത് നടന്ന് ക്ഷീണിച്ചപ്പോൾ ഞങ്ങൾ കുറച്ചേരം ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മറൈൻ ഡ്രൈവിലേക്ക് വന്നു. ഇപ്പോൾ സമയമൊന്നും അധികമായിട്ടില്ല കേട്ടോ. 11:45 ആയിട്ടുള്ളൂ. അപ്പം നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ. അപ്പം അതേ നമ്മൾ മറൈൻ ഡ്രൈവിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഭയങ്കര വിജനല്ലേ, ആൾക്കാരൊക്കെ കുറവാണ്. വർക്കിംഗ് ഡേ ഒക്കെ അല്ലേ. നമ്മൾ എവിടെയാണെന്നോ ഇതല്ലേ മഴവിൽ പാലം അല്ലേ ഇത്? ഈ പാലത്തിൻ്റെ ഒരു മഴവിൽ പാലം എന്നാണ് ഞങ്ങളൊക്കെ പണ്ട് പറഞ്ഞിരുന്നേ. വേറെ വല്ല പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ കമ്മലിൻ്റെ ഒരു ഇത് കണ്ടു കേട്ടോ. ഒരു ചേട്ടൻ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വിൽക്കുകയാണേ. അപ്പം നമ്മളിങ്ങനെ ചുമ്മാ നോക്കുമല്ലോ നമുക്ക് പറ്റിയതൊക്കെ ഉണ്ടോ എന്ന്. ഇങ്ങനെ ചുമ്മാ ഇരിക്കുകയാണ് കേട്ടോ. ഇവിടെ എന്താ കാഴ്ച, കുറേ ബോട്ടുകളൊക്കെ കിടപ്പുണ്ട്. പിന്നെ ആളുകളൊക്കെ പൊതുവെ കുറവാണ് കേട്ടോ. കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളൂ. ഇവിടെ ഒരാളിരിപ്പുണ്ട്. ഹായ്. ഇങ്ങനെ കുറേ ദിവസം വീട്ടിലിരുന്ന് കഴിയുമ്പോഴേ ഒരു ബ്രേക്ക് എടുത്തിട്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് ഒരു രസമുണ്ടല്ലോ. പക്ഷെ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ഉള്ളപ്പോഴേ നമുക്ക് വന്നിരിക്കാനൊരു രസമുള്ളൂ കേട്ടോ. നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഭയങ്കര ബോറടി ആയിക്കോളും. ഒറ്റയ്ക്ക് നമ്മളങ്ങനെ പോകുമല്ലോ. അപ്പം എന്തായാലും ഞങ്ങളുടെ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇനിയും എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ എടുക്കും കേട്ടോ വീഡിയോ. നമ്മുടെ ഒരു മെമ്മറി ആയിട്ട് സൂക്ഷിച്ചു വെക്കാമല്ലോ. അതെ, പ്രത്യേകിച്ച് ഞങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ തന്നെ ഞങ്ങളുടെ പരിപാടി. പിന്നെ കുറച്ച് നടന്നു. ഇപ്പോൾ പിന്നെ കുറച്ച് നല്ല തണലുള്ള സ്ഥലമുണ്ട്. പക്ഷെ കാക്കകൾ ഒരുപാടുണ്ട്. എന്താകുമെന്നൊന്നും അറിയില്ല. ഇതിൻ്റെ താഴത്താണ് വന്നിരിക്കുന്നത്. ക്യാമറയിലേക്കൊന്നും പണി തരാതിരുന്നാൽ ഭാഗ്യം. പിന്നെ നമ്മൾ പ്രത്യേകിച്ചൊരു കാര്യമില്ലാതെ ഇങ്ങനെ ചുമ്മാ കടകളിലൊക്കെ നോക്കി നടക്കാൻ കേട്ടോ. കുട്ടികളുടെ സാധനങ്ങളൊക്കെയാണ്. പിന്നെ വല്ല പറ്റിയതൊക്കെ ഉണ്ടെങ്കിൽ മേടിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ കാണാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനത്തെ കുറേ കടയൊക്കെ കണ്ടപ്പോൾ അവിടെയൊക്കെ കയറി നോക്കി കേട്ടോ. കോഴീനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കൊള്ളാട്ടാ. ഉണക്കമുളക് വെച്ചിട്ട് ഒരു കോഴീനെ ഉണ്ടാക്കി വെച്ചേക്കാണ്. കൊള്ള സംഭവം. നമ്മൾ സാധാരണ എന്തോ ഒരു സാധനം ഉണ്ടാക്കി വെച്ചേക്കണമെന്ന് കരുതി നോക്കാൻ വന്നേട്ടാ.
ആ അതെ, ഇതാരാണ് ഈ ഐഡിയ വന്നത്? കൊള്ളാട്ടോ സംഭവം. നല്ലൊരു കോഴി, നല്ലൊരു കോഴിയെ കണ്ടു. ഇവിടെയൊക്കെ ഇങ്ങനെ കുറേ കടകളുണ്ട് കേട്ടോ. നമ്മള് എന്താ പറയാ, ഞങ്ങൾ താലപ്പൊലിക്കൊക്കെ പോയപ്പോ കണ്ടില്ല, അതുമാത്രത്തെ കുറേ കടകൾ ഈ വഴിയരികിലൊക്കെ ഇങ്ങനെ വെക്കുന്നതൊക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെ എന്താ പറയാ, ഇപ്പൊ നമ്മൾ പ്രത്യേകിച്ച് കടയിൽ കിട്ടാത്തതൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഭയങ്കര ക്രേസ് ഒന്നും ഇല്ല ഇങ്ങനത്തെ സാധനങ്ങളുടെ അടുത്തൊക്കെ. എൻ്റെ ഒരു കാര്യം പറഞ്ഞാണ് കേട്ടോ. പിന്നെ ദേ ഈ ഒരു ബാഗ് കണ്ടപ്പോ ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, അത് ചിരട്ട വെച്ചുണ്ടാക്കിയേക്കാണെന്നാണ് ആള് പറഞ്ഞത്. കൊള്ളാല്ലേ, നല്ല രസമുണ്ട് സംഭവം. പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട്, ഇവിടെ കണ്ടപ്പോ ജസ്റ്റ് ഇങ്ങനെ നോക്കിയെന്നുള്ളൂ. ഏകദേശം ഞങ്ങളുടെ തിരിച്ചുപോക്കിനുള്ള സമയമായിക്കൊണ്ടിരിക്കുകയാണ്. ക്യൂബ് തിരിച്ച് നശിപ്പിക്കാൻ നോക്കേണ്ട ഒരാള്, അത് അതെ തിരിച്ച് സെറ്റ് ചെയ്യാൻ അറിയുമെങ്കിൽ മാത്രം അതെടുത്ത് പണിതാ മതി കേട്ടോ. ആ സെറ്റാക്കിയല്ലോ എൻ്റെ അമ്മ. അത്യാവശ്യം ഒരു ചെറിയ കറക്കൊക്കെ ഇറങ്ങി കേട്ടോ. അപ്പം ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ഫുഡൊക്കെ കഴിച്ചിട്ട് പയ്യെ അങ്ങോട്ട് വിടാന്ന് വെച്ചാണ്. അതെ, അങ്ങോട്ട് പിരിയ, അങ്ങോട്ട് അങ്ങനെ പിരിയരുത്. നമ്മളിഞ്ഞി ഇതൊരു തുടക്കമാവട്ടെ, ഇത് ഇനി അടുത്ത കൊല്ലം കാണുള്ളതൊക്കെ കേട്ടോ. ഇതൊരു തുടക്കമാവട്ടെ എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ പോയിട്ടെ. ഇതൊക്കെ ഒരു രസമല്ലേ, ഇടയ്ക്കൊക്കെ ഒന്ന് കറങ്ങാനൊക്കെ ഇറങ്ങുക. അപ്പൊ നമ്മുടെ ഒരു കുഞ്ഞിക്കിറക്കമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടുപേരും വീട്ടിലേക്ക് വിടാണ്. അപ്പൊ ഇത്രേ ഉള്ളൂ വീഡിയോ. ബൈ ബൈ.